വൻ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ്. വികസനത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന. തുറമുഖ തീരദേശ പദ്ധതികളിൽ പ്രതീക്ഷയർപ്പിച്ച് സർക്കാർ. റബ്ബറിന് താങ്ങുവില 250. മലബാറിൽ രാജ്യാന്തര ഫുട്ബോൾ സ്റ്റേഡിയം. എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ചത്. ലൈറ്റ് മെട്രോ പദ്ധതി ഉൾപ്പെടെ വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. കേരളത്തെ വൻ ശക്തിയായി ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ സമുദ്രയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ധാതു തുറമുഖ സമ്പത്ത് ഏകോപിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോർ നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടി വകയിരുത്തി. 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ചുള്ള പദ്ധതിയുമുണ്ട്. ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിന് 200 കോടി രൂപ വകയിരുത്തി. കൊച്ചി വിമാനത്താവളത്തിന് സമീപം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കും. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റത്തിന് തുടക്കമിടാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. സാറ്റലൈറ്റ് ടെക്നോളജിയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. സ്വകാര്യ ഉപഗ്രഹ നിർമ്മാണ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സയാണ് കരുതൽ മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പിക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി ഉമ്മൻചാണ്ടി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനം. ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ബജറ്റ്. വി.ഡി. സതീശന് നന്ദി അറിയിച്ച് മോഹൻലാൽ. പുതിയ ബജറ്റിൽ സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ച കേരള സർക്കാരിന്റെ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന അഭിപ്രായം മോഹൻലാൽ പങ്കുവച്ചു. ഈ തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഈ പ്രഖ്യാപനത്തിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനും സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ P.C. വിഷ്ണുനാഥിനും ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക കലാ സിനിമാ മേഖലകൾക്കും ഗവേഷണ രംഗത്തിനും വൻ കുതിപ്പേകുന്ന വിപുലമായ പദ്ധതികളാണ് UDF സർക്കാരിന്റെ പുതിയ ബജറ്റിൽ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. കേരള സിനിമയുടെ സമഗ്ര വികസനം, പ്രമുഖ പ്രതിഭകളുടെ സ്മരണാർത്ഥമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, വയോജനക്ഷേമം എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ട് മലയാള സിനിമയുടെ പിതാവ് J.C. ഡാനിയലിന്റെ സ്മരണാർത്ഥം J.C. ഡാനിയൽ നാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന ഈ ഫിലിം സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഇതിനു പുറമെ ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നതിനായി സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് സ്ഥിരമായ വേദിയൊരുക്കൽ, വ്യാജപ്പതിപ്പുകൾ തടയാൻ ആന്റി പൈറസി സെൽ രൂപീകരിക്കൽ, സിനിമയ്ക്ക് അനുയോജ്യമായ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള അന്തരീക്ഷമൊരുക്കൽ എന്നിവയും ഈ വികസന പദ്ധതിയുടെ ഭാഗമാണ്. ബജറ്റിൽ ജനക്ഷേമ വികസന പദ്ധതികളില്ല. പിണറായി വിജയൻ. സംസ്ഥാന ബജറ്റിൽ ജനക്ഷേമ വികസന പദ്ധതികളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഭാവി കേരളം രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ബജറ്റിൽ ഇല്ല. കേരളം സാമ്പത്തികമായി അപകടാവസ്ഥയിലല്ല. വരവിൽ ഉണ്ടാകുന്ന വർധനവ് മറച്ചുവെച്ച് ബാധ്യതകളെ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെയുള്ള പല പ്രഖ്യാപനങ്ങളും പേരുമാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിന്റെ ദാരുണ മരണത്തിന് ശേഷം ക്യാമ്പസുകളിലെ റാഗിങ്ങും അക്രമങ്ങളും തടയാൻ സംസ്ഥാനത്ത് സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് എന്ന പുതിയ നിയമവും കൊണ്ടുവരുന്നുണ്ട്. മദ്യത്തിന്റെ നികുതി ഘടനയിൽ മാറ്റം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി വർദ്ധിപ്പിച്ചു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% ഉയർത്തി. 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതി വർദ്ധിപ്പിച്ചു. താൽക്കാലിക നിരോധനം നീക്കാനുള്ള ഹർജിയിൽ ടെലിഗ്രാമിന് തിരിച്ചടി. കേന്ദ്ര സർക്കാർ നടപടിക്കെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടുള്ളതെന്ന് കോടതി വ്യക്തമാക്കി. 69A നടപടിക്രമം പാലിച്ചിട്ടുണ്ടെന്ന് കോടതി. അടിയന്തര സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ കേന്ദ്രം ഉന്നയിച്ച കാരണങ്ങൾ പര്യാപ്തമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോം ടെലഗ്രാം എന്നും മറ്റൊരു ഡാർക്ക് വെബാണ് ടെലഗ്രാം എന്നുമായിരുന്നു കേന്ദ്രത്തിന്റെ വാദം.
ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളുടെ അവകാശം തടയാനാകുമോ എന്ന ചോദ്യവും കോടതി കേന്ദ്രത്തോട് ഉന്നയിച്ചിരുന്നു. ടെലഗ്രാമിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി ഉത്തരവ് പറഞ്ഞത്.